a family. All the fair. Won't fall down. That you get. Here. Are love is not proud, love does not boast. Love, after all, my love is a river that flows through. Love will sustain, love will provide, love will not cease at the end of time. Holding you, love.
I've never. When I can't turn. Welcome with a round of applause. Both of you look beautiful. Thank you. Next, I call forward two ministers of the Lord, Pastor Sam George and Pastor P.A. Matthew, to lead us in prayer. Pastor Sam George. പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കൃപാസനത്തിന് മുൻപാകെ അടുത്തു വരുവാൻ അങ്ങേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം തന്നതിനാൽ സ്തോത്രം. പ്രത്യേകാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടേതാകുന്ന വിവാഹത്തിന് ശേഷമായി രക്തബന്ധങ്ങളായി ദേശനിവാസികളായി ചാർച്ചക്കാരായി ഞങ്ങൾക്കൊന്നിച്ച ഈ സന്തോഷത്തിൻ്റെതാകുന്ന നിമിഷങ്ങളെ പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ ദൈവം അവരെ ഒന്നിച്ച് ചേർത്തു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ വിവാഹ ശുശ്രൂഷ കാര്യങ്ങളൊക്കെയും കേരളത്തിൽ വെച്ച് നടക്കുവാൻ ദൈവം സഹായിച്ചു. അവർ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ നല്ല സന്ധ്യയുടെ യാമം ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നിമിഷ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരും കർത്താവെ അവരെ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതാകുന്ന പ്രിയ റോബിനും ഷെറിനും ഹല്ലേലൂയ ഒരു അനുഗ്രഹ നിമിഷങ്ങളായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങൾ ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ തുല്യനാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം കഴിഞ്ഞ 2-ാം തീയതി നാട്ടിൽ വെച്ച് നടന്ന് അവരെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സർവ്വവല്ലഭനായ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചല്ലോ. മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല, ഞാൻ അവന് തക്ക തുണയെ ഒരുക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് കർത്താവെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പ്രിയ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ സഹായിച്ചു. അവരുടെ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുഗ്രഹവും സന്തോഷവും മറ്റുള്ളവർക്ക് ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായിരിക്കുന്ന ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുവാൻ നീ അവരെ സഹായിക്കണമേ. എല്ലാ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ആരംഭം തുടങ്ങിയ അവസാനം വരെയും പിന്നെ ഞങ്ങളെ നടത്തണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. Thank you, Pastor. Next, I call upon Pastor Noble Verghese for Psalms reading. Psalms 45. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖൻ്റെ എഴുത്തുകോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ,
ലാവണ്യം നിന്റെ അതിരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായ വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്തെ അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ ആകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം ഊറും ചന്ദനവും ലവവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരത്തിൽ നിന്നുള്ള കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട്. നിന്റെ വലത്ത് ഭാഗത്തെ രാജ്ഞിയോഭീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. ചേർന്നുവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിനക്ക് മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകശു കൊണ്ടുള്ളത്. അവളെ ചിത്രതയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരം ഇരിക്കും. സർവ്വഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ആമേൻ. Thank you, Pastor Noble Verghese. Now, many of you already know Robin and Sharon. There are people who may know them by name. You probably just met them in person for the first time. And some of you may only know their parents. Now, this is the time that we'll give you some secrets about Sharon and Robin. Robin and Sharon, are you ready for that? Okay, we're going to divulge a few secrets. Don't worry, we're not going to divulge any secrets. All right, here we go. While Robin was born in God's own country, Kerala, and brought up in Delhi, Sharon was born in India and moved to Kuwait. And then she moved on to US in 2004 along with her family. Robin's parents are Mr. Samkuti George and Mrs. Annama Sam. Robin has a beautiful younger sister, Ruby. Sharon, on the other hand, is the second among the three daughters born to Mr. P.V. Abraham and Mrs. Mercy Abraham. And her elder sister is Marin Roy, who's also married to Vijay Roy. And the younger sister, I believe, Sarah Abraham, is the one who's sitting right in front there. Sharon was a quiet child who went to kindergarten twice because she slept through the first year. Meanwhile, Robin was notoriously mischievous child and at the same time was a very lovable boy. He used to often get punished for his naughtiness. As he grew up, Robin wanted to be a pilot, but later he realized that that is not his cup of tea and he's better off reading the instrument, a musical instrument, particularly the keyboard. Sharon, on the other hand, wanted to be a forensic scientist. Both Robin and Sharon are born-again believers, and while Sharon got baptized on the 5th of June 2004, Robin was baptized on 7th of November 2004, once again underlining the universal truth that boys grow up slower than girls. All right. Now, Robin's friends would acknowledge that he is a brand freak, and we hear that he has a collection of fossilized watches. It's not fossilized watches, they are brands of fossil. Fossil watches are his favorite collections. Is that what he heard? He's also passionate about music. He loves outdoor games and he enjoys going on long drives. Well, our forensic scientist, Vonable, achieved her biggest milestone at the age of 24 when she learned to ride her bicycle. And here's the sweetest thing. Her most cherished and memorable moments in life is when she got married to the gentleman sitting beside her, her prized possession, Mr. Robin. Yeah, he's a keeper.
Okay, speaking of prized possession, Sharon thinks that Robin is so vain that it makes him look into the mirror every other second. Now, I would say, you can't blame Robin for that. I mean, he has been working out and he also used to be an excellent athlete during his school and college days. Well, we hear that Sharon is still trying to figure out how to address her husband, keeping in line with the Indian traditions. Trust me on this one, Sharon. You may want to be more specific and consider the Kerala traditions than the Indian traditions, unless you want to get even more confused, that is. Now, Robin's favorite punchline is, now those of you who understand Russian, it's koi baat nahi. All right. For those of you who do not understand, it means what the Himalaya. Of course not. It means don't worry, it's cool, bro. And for those who do understand, you of course knew it was not Russian. Very funny, Sam. On a more serious and a sweet note, Robin admires his courtship period with Sharon, which was a memorable time, and now he finally has someone who is part of his life forever. Koi baat nahi. I'm just joking. We now request the choir to lead us with another wonderful song. Draw me close to you, and never let me go. I lay it all down again to hear you say that I'm your friend. You are my desire. No one else will do. 'Cause nothing else could take your place. To feel the warmth of your embrace. Help me find the way, bring me back to you. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. You're all I want. You're all I've ever needed. You're all I want. Help me know you are near. Now, Sharon, I don't know if you picked those lyrics. You didn't? Okay. So, desire. Okay? Robin is your desire. All right. So, no reception is complete without the Word of God. So, next I request Pastor Sam Thomas to come forward and give a short message. Praise the Lord. Hallelujah. We are in the reception. We are honored by the presence of our Robin and Sharon. We, the Delhi relatives and church pastors and respective friends and all dear ones and people in Delhi, we receive you in Delhi. Hallelujah. Marriage is honorable in all. We have two people here with honored. Because of you, we are also honored. Irrespective of all friends and sect and denomination, organization, and dear ones and neighbors,
we all honored to gather in the reception. So we are so happy to have you in Delhi in the hectic travel. And in between, before beginning, a word of encouragement. We wish you all the best in your life and Happy New Year. Praise the Lord. Hallelujah. Bible speaks about marriage. First time in the history of the world. God alone instituted the marriage. First time, that is the story of Adam and Eve. Bible begins with a marriage, and God came into this world 2015 years ago. Blessed a marriage at Cana, that is Jesus. And Bible concluding with a marriage of the Lamb of God. That is the church and Jesus that is yet to come in the future. So, marriage is honorable in all. God is blessing a family. So, Robin got his wonderful body, what God has predestined and prepared for him in due time. He might have searched so many areas to find out, and she also so many areas to find out a head. So they got a head and a body, so they are completed in God, in God's provision as family. Praise the Lord. Hallelujah. In the family, God planned to have a helpmate. A helpmate. So God made a helpmate for Adam. Just like that, God made a helpmate for Robin, that is Sharin. God made in the marriage a companion. Lifespan should have a companion. Praise the Lord. God made a companion for you. God made in His will to be replenish and multiply in the future, the next generation, through you. Parents waiting, people are waiting what the Lord is going to do through you. In the marriage, God wants us family together to serve Him better. For this purpose, God designed marriage life, family life. First marriage, God designed. In the marriage, the Garden of Eden was their home. So keep the place clean. That means there is work in the home. Guard the place where God has placed you in the family. You have to guard your family. That is the Garden of Eden. God looking there. Eat well. First family, they were eating fruit and nuts. But what to do? Curse came. Very expensive. So whatever available and interested and taste, permitted. Praise the Lord. Eat well for health. And then work. Rule in the family. In the family there should be only one head, no head, two head, only one head. So Sharon, better to be submissive, because God is permitted in that way. God is the head of all authority. Jesus is the head of the church. Man is the head of the family. So there is a hierarchy. God already made it. When it goes smooth in order, things will be very peaceful and quiet, and God will bless such family and institution and country. Praise the Lord. Hallelujah. God wants through the family to have fellowship with God. God visits the family. God comes to meet the family. God wanted to have fellowship and worship with Him. So serve Him, worship Him, have fellowship with God. This is God designed the family. Praise the Lord. Hallelujah. In marriage, what happens? God gave a gift. Praise the Lord. Husband is a gift to wife. Wife is a gift to the husband. God given gift. Hallelujah. What for this gift? To serve one another. To understand the pulse. To understand the taste.
to understand the nature and habit according to which, according to God's word, according to God's will, serve one another. Not many people, only one God has given as a gift. Do perfectly that people are watching. Praise the Lord. Love one another. That is what God gift. Love one another. Maximum. Love one another. Forgive one another. Bad past are there. Present is very good. So much of things you may invent. Don't want. Forget everything and forgive each other. Praise the Lord. With marriage, new things are going to happen. So what is God decided? To serve and the provision, forgive, all these things are in the marriage. In the marriage, what I will get in the marriage, don't think about it. Robin already got a wife. More than that, what? Along with Sharon, a family, parents, so relatives, so many friends. Praise the Lord. Hallelujah. Think about that, what I can bring into the family and make this family wonderful. Praise the Lord. Hallelujah. So, in the marriage, often we hear marriage is a captured fort. With a great fight, a fort is captured. So, when you are already captured, marriage is already taken place, celebration will start place. Hallelujah. So now the celebration is going on in their life. We all are the part in the celebration. Praise the Lord. Captured fort. So you are celebrating. People are wishing. People are inviting to have dinner, to visit friends. So many areas. You don't have time to go. So much of time. The fresh marriage period, time. Lot of time for celebration. Hallelujah. Wonderful celebration. The life began celebration. So, marriage is a captured fort, then celebration. You will have to demonstrate the goodness of God. Give thanks to the Lord, respect to parents, respect the church, worship the Lord. So, demonstrate the goodness of God in life. Praise the Lord. Hallelujah. Number 3, you have to bring transformation in the family and in the church in your life. Hallelujah. What kind of transformation? Before marriage, different nature, behavior, interests were there. After marriage, you might have watched so many couple, so many family, so many people here and there in different countries. But you have an origin, God's own land, parents. You might have watched so many good people. So bring wonderful, model, good family, transformation. Connecting your families, connecting your churches. Bring transformation. Bring transformation. Hallelujah. So let people say after marriage, she's wonderful woman of God. After marriage, he is wonderful man of God. After marriage, a wonderful family. They are standing for the Lord, standing for the church, standing for the pastors, standing for the relatives. They are really doing their obligation, their responsibility. That should be transformation in the family. Hallelujah. So, a family, if stand together in prayer and in faith, will last until the day of the Lord Jesus. Praise the Lord. Hallelujah. People often misinterpreted the word love. We have seen different places. And I used to say, L stand for love, long suffering. How much you can suffer, you suffer both. How much you can love, long, you love each other. O stand for occasion of tears. Now if you cry, somebody will be running towards, what happened, what happened? Occasions. Praise the Lord. Number 3 in that word alphabet, V stand for value of death. Remember, love stand, value of death. One among you, when God takes you from the world, then only you will understand the value of a person who stood along with. Value of death. Praise the Lord. E stand, end of life. Hallelujah. Love means love, long lifespan, but still remember occasion of tears and pain, but remember
value of death, and this is end of life in this world. Hallelujah. So therefore, prepare yourself to show in the church. Church is waiting, people are waiting, relatives are waiting to demonstrate your wonderful family life. Hallelujah. And also, someone somewhere said, never change, Robin, never change your wife. Praise the Lord. Sharon, you never change your husband. You can change your character. You can change your attitude. You can change your so many areas, dress, your interest. But you should never change your wife or husband. Praise the Lord. Hallelujah. A soft tongue, a rough hand, a lovely speak of a woman can always mold a man. Praise the Lord. Man build a house, but woman build a home. Remember, that stand as family. God help you and bless you as we are in this reception wonderfully in the days to come. Let God may bless this couple. God bless you. Thank you for this hearing, this short word. God bless every one of us. Thank you. Thank you, Pastor Sam Thomas. We would also like to acknowledge the presence of a few dignitaries amongst us. We have Sri Mahabal Mishra, ex-MP West District. We have Mr. K.C. Surendran, ADM, and Mr. Manoj Kumar, SDM. We welcome you all amongst us. All right, I would now request Pastor Stanley Thomas and team to please help us in a wonderful song. You and for everyone who's here, but these words are for you. God bless you. This world a better place. Nothing less than amazing grace. What could help the lonely ones endure? I believe I found a miracle cure. Only love could bridge the great divide. Only love can move a mountain. Only love could ever change my heart. Only the love of my Jesus. Only the love of my Savior. What could make this world a better place? Nothing less than amazing grace. What could help the lonely ones endure? I believe I found a miracle cure. Only love could bridge the great divide. Only love can move a mountain. Only love could ever change my heart. Only the love of my Jesus. Only the love of my Savior. Only love could bridge the great divide. Only love can move a mountain. Only love could ever change my heart. Only the love